ഹായ് ഫ്രണ്ട്സ്, ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സൈക്കോളജിയിലെ ഡിഫൻസ് മെക്കാനിസം എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഡിഫൻസ് മെക്കാനിസം അഥവാ പ്രതിരോധ തന്ത്രങ്ങൾ. There are some common strategies which the individuals adopt to define or escape from conflicts and frustrations, and these are known as defense or adjustment mechanism. Defense mechanisms are thus protective devices which an individual may resort to for safeguarding him against psychological dangers and distresses. The distress caused by conflicts or frustrations is often relieved or lessened by these mechanisms, which help the individual to regain his mental health. Every individual uses his own mechanism to maintain the balance of his personality. All defense mechanisms have two qualities. First one, they deny, falsify or distort reality. Second, they operate unconsciously so that the person is not aware of what is taking place. Psychologists have listed certain defense mechanisms. ഡിഫൻസ് മെക്കാനിസം എന്തെന്ന് നോക്കാം. പ്രതിരോധ തന്ത്രങ്ങൾ മോഹഭംഗങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ അവയെ പ്രതിരോധിക്കുവാനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളുണ്ട്. അവയെ പ്രതിരോധ തന്ത്രങ്ങളെന്നോ സമായോജന തന്ത്രങ്ങളെന്നോ അഥവാ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നോ പറയുന്നു. അതായത് മാനസിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സ്വയം രക്ഷ നേടാൻ വേണ്ടി വ്യക്തി അവലംബിക്കുന്ന സംരക്ഷണ തന്ത്രങ്ങളാണ് പ്രതിരോധ തന്ത്രങ്ങൾ. മോഹഭംഗങ്ങളും മാനസിക സംഘർഷങ്ങളും സൃഷ്ടിക്കുന്ന അസ്വാസ്ഥ്യങ്ങളെ ഈ തന്ത്രങ്ങൾ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. അങ്ങനെ മാനസികമായി സ്വാസ്ഥ്യം വീണ്ടെടുക്കാൻ വ്യക്തിയെ അത് സഹായിക്കുന്നു. ഓരോ വ്യക്തിയും വ്യക്തിത്വ തുലനം നിലനിർത്താൻ സ്വന്തം തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. എല്ലാ പ്രതിരോധ തന്ത്രങ്ങൾക്കും രണ്ട് സവിശേഷതകൾ കാണാം. ഒന്നാമത്തത്, അവ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നു അല്ലെങ്കിൽ വളച്ചൊടിക്കുന്നു. രണ്ടാമത്തത്, അവ അബോധമായി പ്രവർത്തിക്കുന്നതിനാൽ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തിക്ക് ധാരണയുണ്ടാവില്ല. തങ്ങളുടെ പരിസ്ഥിതിയിൽ നിലനിൽക്കാനുള്ള സ്ഥിരം സമരത്തിനിടയ്ക്ക് മനുഷ്യർ സാധാരണയായി അവലംബിക്കുന്ന ചില പ്രതിരോധ തന്ത്രങ്ങൾ മനഃശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ പ്രധാന തന്ത്രങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തത് റിപ്രഷൻ. റിപ്രഷൻ ഈസ് എ മെക്കാനിസം ഇൻ വിച്ച് പെയിൻഫുൾ എക്സ്പീരിയൻസ്, ഷെയിംഫുൾ തോട്ട്സ് ആൻഡ് അൺഫുൾഫിൽഡ് wishes are pushed down into the unconscious. In this way, one unconsciously tries to forget the experience that might make him uncomfortable. He tries to get temporary relief from the tension or anxiety by believing that tension-producing situation does not exist. When we keep a discomforting idea out of the conscious deliberately, it is called suppression. If this happens unconsciously, ഇറ്റ് ഈസ് റിപ്രഷൻ. അപ്പോൾ റിപ്രഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദമനം എന്നാണ്. റിപ്രഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദമനം എന്നാണ്. വേദനജനകമായ അനുഭവങ്ങളും മാനസിക സംഘട്ടനങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും ഒക്കെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യക്തി തന്നെ അസ്വസ്ഥയാക്കിയേക്കാവുന്ന അനുഭവത്തെ മറക്കാൻ ശ്രമിക്കുന്നു. പിരിമുറുക്കമോ ഉത്കണ്ഠയോ ഉണ്ടാകുന്ന സാഹചര്യം ഇല്ലെന്ന് വിശ്വസിച്ച് തൽക്കാല ആശ്വാസം കൈവരിക്കുകയാണ് വ്യക്തി ചെയ്യുന്നത്. അസ്വാസ്ഥ്യജനകമായ ഒന്നിനെ മനഃപൂർവ്വം ബോധമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് സപ്രഷൻ. എന്താണ്? അസ്വാസ്ഥ്യജനകമായ ഒന്നിനെ മനഃപൂർവ്വം ബോധമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് സപ്രഷൻ അഥവാ അടിച്ചമർത്തൽ. അബോധമായാണ് അത് സംഭവിക്കുന്നതെങ്കിൽ അതിനെ ദമനം എന്ന് പറയുന്നു അഥവാ റിപ്രഷൻ എന്ന് പറയുന്നു. എന്താണ്? അബോധമായാണ് അത് സംഭവിക്കുന്നതെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു? റിപ്രഷൻ അഥവാ ദമനം എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തത് പ്രൊജക്ഷൻ. സീയിങ് ഓൺസ് own defense in others called projection. This is a most common defense mechanism which is used by all people in day-to-day life. An individual processing may defect generally find fault with others. When this habit develops in a person, he generally derives satisfaction by shifting the responsibility of his own failure on other person or objects. ഉദാഹരണം നോക്കാം. The tennis player who drives
the ball into the net may look at his racket as if something were wrong with the racket. അപ്പോൾ പ്രൊജക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രക്ഷേപണം എന്നാണ്. സ്വന്തം ബലഹീനതകൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്നതാണ് പ്രക്ഷേപണം. നിത്യജീവിതത്തിൽ മിക്കവരും പ്രകടിപ്പിക്കുന്ന പ്രതിരോധ തന്ത്രമാണ് പ്രൊജക്ഷൻ. പല പോരായ്മകളുമുള്ള വ്യക്തി മറ്റുള്ളവരിൽ കുറ്റം കണ്ടുകൊണ്ടേയിരിക്കും. ഈ ശീലം ഒരാളിൽ വളർന്നു പോയാൽ സ്വന്തം പരാജയങ്ങൾക്കുള്ള ഉത്തരവാദിത്തം അയാൾ മറ്റൊരു വ്യക്തിയിലോ ഉപകരണങ്ങളിലോ ആരോപിക്കുന്നു. ഇതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ബോൾ അടിച്ച് നെറ്റിലിടുന്ന ടെന്നീസ് കളിക്കാരൻ റാക്കറ്റിലേക്ക് നോക്കും, അതിനെന്തോ തകരാറുണ്ടെന്ന മട്ടിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നിരാശാബോധത്തിൽ നിന്നും സ്വയം മോചിതനാകാനുള്ള ഒരു തന്ത്രമാണ് പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. ഇനി മൂന്നാമത്തത് ഐഡന്റിഫിക്കേഷൻ. ഇൻ ദിസ് മെക്കാനിസം ആൻ ഇൻഡിവിജ്വൽ ഈസ് ഫൗണ്ട് ടു അച്ചീവ് സാറ്റിസ്ഫാക്ഷൻ from the success of other person, group or institution by identifying himself with them. Children often identify themselves with their parents, film star or cricket players. Thus they gratify their desire for fame, approval, etc. ഐഡന്റിഫിക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം താദാത്മീകരണം എന്നാണ്. ഇതിൽ വ്യക്തി ഏതെങ്കിലും വ്യക്തിയുമായോ സംഘവുമായോ സ്ഥാപനവുമായോ താദാത്മ്യം പ്രാപിച്ച് അവരുടെ വിജയത്തിൽ സ്വയം സംതൃപ്തി നേടുന്നു. കുട്ടികൾ പലപ്പോഴും മാതാപിതാക്കളുമായോ സിനിമാ താരങ്ങളുമായോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാരുമായോ താദാത്മ്യം നേടി കീർത്തിക്കും അംഗീകാരത്തിനുമൊക്കെ തങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കുന്നു. ഇതാണ് ഐഡന്റിഫിക്കേഷൻ അഥവാ താദാത്മീകരണം എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് റാഷണലൈസേഷൻ. This is a mechanism by which the individual justify his shortcomings, failures and incompetence by giving the false reason. അപ്പോൾ റാഷണലൈസേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം യുക്തീകരണം എന്നാണ്. വ്യക്തി തൻ്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന തന്ത്രമാണ് റാഷണലൈസേഷൻ. നിരാശാബോധം കുറയ്ക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ്? വ്യക്തി തൻ്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന തന്ത്രമാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്. സോർഗ്രേപ്പിസം അഥവാ പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി. ഉദാഹരണത്തിന്, കുറുക്കൻ മുന്തിരിങ്ങ കിട്ടാതാവുമ്പോൾ നിരാശ മാറ്റാനായി അത് പുളിക്കുമെന്ന് ആശ്വസിപ്പിച്ച കഥയുണ്ടല്ലോ. അതുപോലെ പരീക്ഷയിൽ താഴ്ന്ന മാർക്ക് നേടുന്ന കുട്ടി പറഞ്ഞേക്കാം കൂടുതൽ മാർക്ക് നേടിയിട്ടെന്ത് ഫലമെന്ന്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്. രണ്ടാമത്തത് സ്വീറ്റ് ലെമണിസം, മധുരിക്കുന്ന നാരങ്ങ ശൈലി. ഇതനുസരിച്ച് വ്യക്തി സ്വന്തം നേട്ടത്തിൽ സംതൃപ്തനല്ലാത്തപ്പോൾ അയാൾ അത് ഉയർന്ന നേട്ടമായി കരുതുന്നു. സ്വീറ്റ് ലെമണിസം എന്ന് പറയുന്നത് when the individual is not satisfied with his achievements, he accepts it as good. For example, the officer who has been dismissed may say that by the punishment he gets enough time to look after the family. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. ഡിസ്മിസ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയും, എനിക്കിപ്പോൾ കുടുംബം നോക്കാൻ ഇഷ്ടം പോലെ സമയം ഉണ്ടെന്ന്. ഭാഗ്യമായി, എനിക്കിപ്പോൾ കുടുംബം നോക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ടെന്ന് ഡിസ്മിസ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയും. അതാണ് അതിൻ്റെ ഉദാഹരണമെന്ന് പറയുന്നത്, സ്വീറ്റ് ലെമണിസത്തിൻ്റെ. ഇനി നമുക്ക് നോക്കാം സപ്ലിമേഷൻ. Sublimation is a concept formulated by Freud. It is a process by which unacceptable desire are channeled into activities that have strong social approval. The unacceptable desire are usually sexual in nature and their expression may be sublimated as creative effort in music, art and literature. Sublimation releases tension. An individual may make his personality dominant and remove many of his shortcomings through sublimation. സപ്ലിമേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദാത്തീകരണം എന്നാണ്. ഫ്രോയിഡ് സങ്കല്പം ചെയ്ത ഒരു ആശയമാണ് ഉദാത്തീകരണം അഥവാ സപ്ലിമേഷൻ. അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ ശക്തമായ സാമൂഹ്യ അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയയാണ് സപ്ലിമേഷൻ എന്ന് പറയുന്നത്. ഈ ആഗ്രഹങ്ങൾ മിക്കപ്പോഴും ലൈംഗിക സ്വഭാവമുള്ളതായിരിക്കും. അവയുടെ പ്രകടനം സംഗീതം, കല, സാഹിത്യം എന്നിവയിലെ സർഗപ്രവർത്തികളായി ഉദാത്തീകരിക്കുന്നു.
ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു മകനെ കിട്ടാത്ത നിരാശ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി സാമൂഹ്യ സേവന പ്രവർത്തികൾ ഏർപ്പെട്ട് നിരാശാബോധം ഒഴിവാക്കും. എന്താണ് ഉദാഹരണം? ഒരു മകനെ കിട്ടാത്ത നിരാശ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി സാമൂഹ്യ സേവന പ്രവർത്തികളിൽ ഏർപ്പെട്ട് നിരാശാബോധം ഒഴിവാക്കും. ഇതാണ് സപ്ലിമേഷന്റെ ഉദാഹരണമെന്ന് പറയുന്നത്. ഇനി ആറാമത്തത് കോമ്പൻസേഷൻ. This is a mechanism by which an individual tries to cover up his deficiency in one field by exhibiting his strength in other field. A boy who fails in academic subjects may save his self-esteem by distinguishing himself in athletics. Compensation grows out of feeling of inferiority. Nevertheless, it is a valuable aid to adjustment as it reduces tension and promotes mental health. കോമ്പൻസേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം അനുപൂരണം എന്നാണ്. ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്ത് തനിക്കുള്ള ശക്തിയിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്ന തന്ത്രമാണ് കോമ്പൻസേഷൻ. എന്താണ്? ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്ത് തനിക്കുള്ള ശക്തിയിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്ന തന്ത്രമാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അക്കാദമീയ വിഷയങ്ങളിൽ പരാജയപ്പെടുന്ന വിദ്യാർത്ഥി തൻ്റെ ആത്മാഭിമാനം കായിക പ്രവർത്തനത്തിലെ നേട്ടങ്ങളിലൂടെ വീണ്ടെടുക്കുന്നത്, അത് ഇതിൻ്റെ ഉദാഹരണമാണ്. ഇനി നമുക്ക് നോക്കാം. ഏഴാമത്തത് റിഗ്രഷൻ ഈസ് എ മെക്കാനിസം വെയർ ബൈ ദ ഇൻഡിവിജ്വൽ റിട്ടേൺ ടു ആൻ ഏർലിയർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് എ റിവേർഷൻ ഓഫ് പ്രോഗ്രസീവ് സീക്വൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് എ റിട്ടേൺ ടു പ്രിമിറ്റീവ് ഫോം ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. റിഗ്രഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം പഞ്ചാഗമനം എന്നാണ്. പഴയതിലേക്ക് തിരിച്ചു പോകുന്ന ഇത് ഡിഫൻസ് മെക്കാനിസമാണ്. വ്യക്തി വികസനത്തിൻ്റെ ഒരു മുൻഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന തന്ത്രമാണിത്. അത് വികസനത്തിൻ്റെ പുരോഗമന ചലനത്തിൻ്റെ വിപരീത പ്രയാണവും വ്യക്തിത്വ ഘടനയിലൂടെ പ്രാചീന രൂപത്തിലേക്ക് ഉള്ള മടക്കവുമാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിനായി, ഒരു പുതിയ ശിശു ജനിക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് മുമ്പ് കിട്ടിയിരുന്നത്ര ലാളന ലഭിക്കാതെ വരുമ്പോൾ മാതാപിതാക്കൾ തന്നെയും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി കുട്ടി കരയുക, കിടക്കയിൽ മൂത്രമൊഴിക്കുക തുടങ്ങിയ പഴയ ചര്യകളിലേക്ക് തിരിച്ചു പോകുന്നു. ഇതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരു പുതിയ ശിശു ജനിക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് മുമ്പ് കിട്ടിയിരുന്നത്ര ലാളന ലഭിക്കാതെ വരുമ്പോൾ മാതാപിതാക്കൾ തന്നെയും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി കുട്ടി കരയുക, കിടക്കയിൽ മൂത്രമൊഴിക്കുക തുടങ്ങിയ പഴയ ചര്യകളിലേക്ക് തിരിച്ചു പോകുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഉദാഹരണമാണ്. ഇനി എട്ടാമത്തെ പോയിന്റ്, അഗ്രഷൻ. It arises from frustrations. Individual adopt the mechanism by attempting to destroy the source of frustration. The boy who is insulted by his friends attack him physically. This is direct aggression. The boy who is ridiculed by the teacher pushes another boy into the mud puddle. This is indirect aggression. അഗ്രഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആക്രമണം എന്നാണ്. ഇത് മോഹഭംഗത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. മോഹഭംഗത്തിൻ്റെ പ്രഭാവത്തെ തകർക്കാൻ ശ്രമിക്കുക വഴിയാണ് വ്യക്തി ഈ തന്ത്രം സ്വീകരിക്കുന്നത്. തന്നെ അപമാനിച്ച കുട്ടിയെ ശാരീരികമായി ആക്രമിക്കുന്നതാണ് ഡയറക്റ്റ് അഗ്രഷൻ എന്ന് പറയുന്നത്. എന്നാൽ അധ്യാപകന്റെ പരിഹാസം അസഹ്യമായി തോന്നിയ കുട്ടി മറ്റൊരു കുട്ടിയെ ചെളിക്കുണ്ടിൽ തള്ളിയിടുന്നു. ഇത് എന്താണ്? ഇൻഡയറക്റ്റ് അഗ്രഷൻ എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ ഉദാഹരണം? അധ്യാപകന്റെ പരിഹാസം അസഹ്യമായി തോന്നിയ കുട്ടി മറ്റൊരു കുട്ടിയെ ചെളിക്കുണ്ടിൽ തള്ളിയിടുന്നതാണ് ഇൻഡയറക്റ്റ് അഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഒൻപതാമത്തത് വിഡ്രോവൽ ഈസ് എ ഡിഫൻസ് മെക്കാനിസം ഇൻ ദ ഇൻഡിവിജ്വൽസ് വിഡ്രോ ഫ്രം ദ സിറ്റുവേഷൻ സോ ദാറ്റ് ഹി ക്യാൻ എസ്കേപ്പ് ഫ്രം ദ സിറ്റുവേഷൻ വിച്ച് ഹി അസ്യൂം ആസ് പ്രൊഡ്യൂസിങ് പ്രോബ്ലം ടു ഹിം. അപ്പോൾ പിൻവലിക്കൽ എന്നാണ് വിഡ്രോവൽ എന്ന വാക്കിൻ്റെ അർത്ഥം. പിൻവലിക്കൽ എന്നത് വ്യക്തിയിൽ നിന്നുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ്. തനിക്ക് പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവന് കഴിയും. ഇതാണ് പ്രധാനപ്പെട്ട ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ചുള്ള പ്രധാന വസ്തുതകൾ ഇത്രയുമാണ്. അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.